വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിന്റെ ഏകദേശം മധ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആ സമ്പാദ്യം നൽകപ്പെട്ട ആളിന്റെയും അത് നിഷേധിക്കപ്പെട്ട സജ്ജനങ്ങളിൽപ്പെട്ട മനുഷ്യന്റെയും ചരിത്രം പറഞ്ഞ് അല്ലാഹു തആല ആ വിഷയങ്ങൾക്കൊരു പരിഹാരം പറയാൻ. സാമ്പത്തികമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് സമ്പത്ത് നൽകി പരീക്ഷിക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ പരിഹാരം? സമ്പത്തില്ലാത്തവർക്കുള്ള പ്രശ്നം സമ്പത്തില്ല എന്നതാണ്, അല്ലേ? പക്ഷെ അതൊരു പരീക്ഷണമാണെന്നാണ്. സമ്പത്തുള്ളവർക്ക് അത് ഉണ്ട് എന്നതൊരു പരീക്ഷണമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൈകളിലേക്ക് നൽകുന്നത് നമുക്ക് മാത്രമുള്ളതല്ല. എത്രയോ ആളുകളുടെ റിസ്ക് നമ്മുടെ കൈകളിൽ അല്ലാഹു തരുന്നു, നമ്മൾ വീതിച്ചു കൊടുക്കാൻ. നമ്മുടെ ആവശ്യവും കഴിഞ്ഞ് അല്ലാഹു തരുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ആളുകളുടെ റിസ്ക്കാണ്. അത് നമ്മൾ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ? നമുക്ക് ഇത്ര കിട്ടി, നമ്മൾ എന്ത് ചെലവഴിച്ചു? നമ്മൾ കൂടുതൽ കിട്ടണമെന്ന അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മൻ റുസിഖ കഫാഫൻ, ഓരോരുത്തർക്കും ആവശ്യമായത് കിട്ടുകയാണെങ്കിൽ അവൻ വലിയൊരു സൗഭാഗ്യവാനാണ്. ആവശ്യങ്ങൾ നടക്കുക, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കുക, കുറേ കിട്ടുക എന്നതല്ല വിഷയം. ദാരിദ്ര്യമില്ലാതിരിക്കുകയും അള്ളാഹുവിനോട് അവൻ തരുന്നതിൽ ബറക്കത്തിനെ ചോദിക്കുകയും ചെയ്യാം. അള്ളാഹു നമുക്കൊക്കെ അങ്ങനെ ആക്കി തരട്ടെ. ഇപ്പൊ സമ്പത്ത് കൊണ്ടൊരു അഹങ്കാരമോ ഒരു താൻപോരിമയോ ഒരു ഷോ ഓഫോ ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അള്ളാഹുവിനത് ഇഷ്ടമല്ല. അതിന് പരിഹാരം അള്ളാഹു നിർദ്ദേശിച്ച ആയത്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആയത്ത്. ഈ സൂറയിൽ ആദ്യം ചർച്ച ചെയ്ത വിഷയം ഫിത്നത്തുദ്ദീൻ, നമ്മുടെ ദീനിൽ വരുന്ന ഒരു ഫിത്നയെ നമുക്ക് എങ്ങനെ നേരിടാൻ കഴിയും, അതിന് അല്ലാഹു നൽകുന്ന പ്രതിവിധിയായിരുന്നു വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും. ഇസ്ലാമികമായി ജീവിക്കാൻ നമുക്ക് പ്രയാസമുണ്ട്, തെറ്റുകളിലേക്ക് പോവുകയാണ്, തിന്മകളിലേക്ക് നീങ്ങിപ്പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നല്ല ഒരു കൂട്ടുകെട്ടുണ്ടാക്കണം. നല്ല ഒരു സൗഹൃദ ബന്ധത്തിന്റെ കൂടെയായാൽ നിങ്ങളുടെ ഈമാൻ സുരക്ഷിതമാവും. അതാണ് അതിന്റെ പരിഹാരം. 4 ഫിത്നകളെ കുറിച്ചാണ് സൂറത്തുൽ കഹ്ഫിലെ ചർച്ച നമുക്കറിയാം. രണ്ടാമത്തെ ഫിത്നയാണ് ഫിത്നത്തുദ് ദുനിയ, അള്ളാഹു സമ്പത്ത് കൊണ്ട് നൽകുന്ന പരീക്ഷണം. അതിന്റെ പരിഹാരമാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ഇനി 2 ഫിത്ന കൂടെ വരുന്നു, ഫിത്നത്തുൽ ഇൽം വ ഫിത്നത്തുസ് സൽത. ഇൽമ കൊണ്ടുണ്ടാകുന്ന ഫിത്നയും അധികാരം കൊണ്ടുണ്ടാകുന്ന ഫിത്നയും. ഓരോന്നും പറഞ്ഞാൽ അതിന്റെ പരിഹാരം അള്ളാഹു പറയും. ഈ 4 ഫിത്നകളും ലോകത്ത് അവതരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഫിത്നക്കാരനാണ് മസീഹുദ് ദജ്ജാൽ. ആ മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സൂറത്തുൽ കഹ്ഫ് ഓതുക തന്നെ വേണം. മിനിമം ആദ്യത്തെ 10 ആയത്തുകളെങ്കിലും എന്ത് ചെയ്യണം? മനഃപ്പാഠമാക്കി വെക്കണം. നമ്മളൊക്കെ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അത് മറക്കാത്തവരൊന്ന് കൈപൊക്കിയാട്ടെ. ആദ്യത്തെ 10 ആയത്തുകൾ മാഷാ അല്ലാഹ്. ബാക്കിയുള്ളൊരു കൈ പൊങ്ങാത്തോണ്ടാണോ ഇനി പഠിക്കാത്തോണ്ട്? അടിയന്തരമായിട്ട് പഠിക്കണം. അത് പഠിച്ചാലേ വിഷയട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും പഠിക്കൂലേ? വിസ പുതുക്കണമെങ്കിൽ അത് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ എന്നാ പഠിച്ചേക്ക്. ഇത് നമ്മുടെ ആഖിറത്തിന്റെയും ദുന്യാവിന്റെയും വിഷയമാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിക്കുക ആദ്യത്തെ 10 ആയത്തുകൾ. അടുത്ത ആഴ്ചത്തേക്കുള്ള ഹോംവർക്ക് അതാണ്. ഇൻഷാ അല്ലാഹ് റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ് ഒക്കെ കഴിയും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് സമ്പത്ത് കൊണ്ടുണ്ടാകുന്ന ഫിത്നയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു തരുന്ന പരിഹാരം വദ്രിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയ. മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കൂ, നബിയെ, മസലൽ ഹയാത്തിദ് ദുനിയ, ഈ ലോകത്തെ ജീവിതത്തിന്റെ ഉദാഹരണം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ. ഉദാഹരണത്തിലൂടെയാണ് കാര്യങ്ങൾ തഖരീബുൻ ലിൽ അദ്ഹാൻ, നമ്മുടെ ബുദ്ധിയിലേക്ക് പെട്ടെന്ന് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഉദാഹരണം ആവശ്യമാണ്. ഖുർആനിന്റെ ഒരു അവതരണ ശൈലിയും അങ്ങനെയാണ്, ഉദാഹരണത്തിലൂടെയാണ്. ദുന്യാവിന്റെ എന്താണ് ഈ ലോകം, ഇത് മനസ്സിലായാൽ സമ്പത്ത് കൊണ്ട് ആരും എന്ത് ചെയ്യൂല? അഹങ്കരിക്കൂല. മഅരിഫത്തു ഹഖീഖത്തി ദുനിയ, ഈ ദുന്യാവിന്റെ അടിസ്ഥാനം, ടു നോ ദ വെരി എസൻസ് ഓഫ് ദ റിയാലിറ്റി ഓഫ് ദിസ് ലൈഫ്. ഈ ലോകത്തെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്താണ്? എന്താണ് ഈ ജീവിതം? പൈസ കിട്ടിയ ആളുകളൊക്കെ, വലിയ വലിയ മുതലാളിമാരായ ആൾക്കാരൊക്കെ ദ്വാരക്കാൻ പറയില്ല. എങ്ങനെയാണ്? എന്ത് ചിലപ്പോൾ പറയും, അൽഹംദുലില്ലാഹ്, കച്ചവടവും കാര്യങ്ങളും പൈസയൊക്കെ എമ്പാടും അല്ലാഹു തന്നു, മരിക്കുമ്പോൾ ഈമാൻ കിട്ടാൻ വേണ്ടി ദ്വാരക്കണം.
ദാരിദ്ര്യമുള്ള ഒരാൾ അങ്ങനെയല്ല പറയാം, എനിക്ക് പൈസ വേണം, സംഗതിയൊക്കെ നിങ്ങൾ പറഞ്ഞ വേളൊക്കെ ശരി തന്നെയാണ്, പക്ഷെ എനിക്ക് പൈസ കിട്ടണം. മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ഉണ്ടാവും, പൈസക്ക് പൈസ തന്നെ വേണ്ടേ, എൻ്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ലല്ലോ. പക്ഷെ അത് കിട്ടിക്കഴിയുന്ന ആളുകൾക്ക് തോന്നാണ്, ഇത് എന്തായിരുന്നു ഇപ്പത്, ഇതിലൊന്നും ഇല്ലല്ലോ, അതിലൊന്നും വലിയ കാര്യമില്ലല്ലോ, എനിക്ക് വേണ്ടത് ഈമാനാണ്, എനിക്ക് എൻ്റെ റബ്ബിൻ്റെ മഹബത്താണ്, എനിക്ക് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണം, അതേ എൻ്റെ മുമ്പിലുള്ള വിഷയമുള്ളൂ, ബാക്കി ദുനിയാവ് വരും പോകും. ഇത് പറയണത് കയ്യിലെമ്പാടും പൈസ ഉള്ളവരാണ്. അങ്ങനെ ഒരു ചിന്ത വന്നതൊരു നന്മയാണ്, ഞാനതിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്, അത് നന്മയാണത്. അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞല്ലോ, അവർക്ക് വീണ്ടും പറയാലോ, കുറച്ചും കൂടെ കിട്ടാനും ഉള്ളത് കയ്യിൽ നിന്ന് പോകാണ്ടിരിക്കാനും അവരൊക്കെയെന്ന് പറയാലോ. നമ്മൾ കിട്ടിക്കഴിയുന്ന സമയത്ത് ചിലത് തിരിച്ചറിയും. കല്യാണം കഴിക്കാൻ വലിയ മോഹിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇതായിരുന്നു ഇപ്പോൾ വലിയ സ്വപ്നമായിട്ട് കൊണ്ടുനടന്നതിന സംഗതി, കച്ചറയും പ്രശ്നവും ഈഗോയും അങ്ങോട്ടും ഇങ്ങോട്ടും കുൽമാലും എന്നൊക്കെ പറയും. ഉസ്മാനെ പറ്റിയല്ല, ഉസ്മാൻ ഇൻഷാ അല്ലാഹ്, ഉസ്മാൻ്റെ കല്യാണമൊക്കെ റാഹത്തിൽ നടക്കാൻ വേണ്ടി നമ്മൾ ദ്വാരക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ഒരു ആവേശമൊന്നും കല്യാണം കഴിഞ്ഞാൽ ഉണ്ടാവില്ല, അങ്ങനെയല്ലേ? ഒന്നാമത്തെ സൽക്കാരത്തിനൊക്കെ പോകുമ്പോൾ എന്തോ ഒരു റാഹത്തിലാണ് പോവുക. ഈ ഒരുങ്ങിയില്ലേ? ആ ഒരുങ്ങി, എന്നാ പോവല്ലേ, ഈ ബാഗ് എടുത്തോ കുട എടുത്തോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ചോദ്യം ഒന്നും 2 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഈ പോരുന്നെങ്കിൽ പോരുന്നാ പറയുള്ളൂ. ഏതൊരു വിഷയം അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ അതിന്റെ മതിപ്പ് നഷ്ടപ്പെടാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ പറയുന്നത് അത് നിങ്ങൾക്ക് കിട്ടും മുമ്പേ നിങ്ങൾ അതിന്റെ ഹഖീഖത്ത് മനസ്സിലാക്കി വെക്കുക. കിട്ടിക്കഴിഞ്ഞാൽ ഇന്നതാണ് സംഭവിക്കുക എന്ന് അള്ളാഹു പറഞ്ഞുതരാണ്. വദ്രിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയ, മുത്തനബിയെ ഈ ലോകത്തിന്റെ ഉദാഹരണം അവർക്കങ്ങ് പറഞ്ഞു കൊടുക്കണമേ നബിയെ. ഖമാഇൻ അൻസൽനാഹു മിനസ് സമാ, ഉപരിമണ്ഡലത്തിൽ നിന്നും നാം ഇറക്കിക്കൊടുത്ത വെള്ളം പോലെയാണത്, മഴ പോലെയാണ്, ആകാശത്തുനിന്ന് പെയ്യുന്ന മഴ പോലെ. സമാ എന്ന് പറഞ്ഞാൽ കുല്ലുമാ സമാ വഅല വർതഫഅ, ഉയർന്നു നിൽക്കുന്ന എന്തിനും സമാ എന്ന് പറയും. ഈ ബിൽഡിങ്ങിന്റെ സമാ ആണ് ഈ റൂഫ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഭാഷയിൽ പറയാൻ പറ്റും. സമ ഉയർന്നു നിൽക്കുന്നത്. ഭൂമി നോക്കിയാൽ മേഘമാണ് നമ്മുടെ സമ. ഫ്ലൈറ്റ് കയറിയ മേഘം എത്ര താഴെയാണെന്ന് നമുക്ക് മനസ്സിലാവും, എത്ര താഴെയാണ് മേഘം നിൽക്കുന്നത്. ഇവിടെ നോക്കിയാൽ ഒല്ലോ എത്ര ഹൈറ്റിലാണ്. അല്ല, കുല്ലുമ അല വർതഫഅ, ഉയർന്നു നിൽക്കുന്ന എല്ലാം സമ ആണ്. മിനസ് സമ, ഉന്നതിയിൽ നിന്നും ഉയർച്ചയിൽ നിന്ന് മീതെ നിന്ന് നമ്മൾ ഇറക്കിക്കൊടുക്കുന്ന മഴ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നത് ആകാശമണ്ഡലത്തിൽ നിന്ന് എവിടെയോ ആണെന്ന് അങ്ങനെയൊന്നും അതിനെ എന്ത് ചെയ്യേണ്ട, ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ല. ശുദ്ധമായ ഖുർആൻ മേലെ നിന്ന് ഇറക്കിത്തരുന്നത് എന്നേ ആ വാക്കിനർത്ഥമുള്ളൂ. മിനസ്സമ, മേഘങ്ങളിൽ നിന്ന് എന്നർത്ഥം. അള്ളാഹു ഇറക്കിത്തരുന്ന മഴ പോലെയാണ്. എന്നിട്ടോ ഫഖ്തലത ബിഹി നബാതുൽ അർദ്, ഭൂമിയിലെ ചെടികളുമായി ആ മഴവെള്ളം ഇഴകിച്ചേർന്നു. കൃഷിയിടങ്ങളിലേക്ക് ആ മഴ പെയ്തു. ഡ്രൈ ആയി കിടക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളം കിട്ടി. വെള്ളം കിട്ടിയാൽ എന്ത് ചെയ്യും? ആ ചെടികൾ വളരും. വളർന്ന് വലുതായി അത് കൊയ്തെടുക്കേണ്ടതാണെങ്കിൽ കൊയ്തെടുക്കുന്ന പരുവത്തിലാകും. അതിന്റെ ഫ്രൂട്ട്സ് പറിക്കേണ്ടതാണെങ്കിൽ അങ്ങനെയാവും. ചുരുക്കി പറഞ്ഞാൽ ചെടികൾ വളർന്നു വരുന്നു, വൃക്ഷങ്ങൾ ഉണ്ടാകുന്നു. ഫഅസ്ബഹ ഹശീമൻ തദ്റുഹു റിയാഹ്, അങ്ങനെ വളർന്നു വന്ന ചെടി ഒരു സുപ്രഭാതത്തിൽ ഹശീമൻ തദ്റുഹു റിയാഹ്, ഉണങ്ങിയ മഞ്ഞ നിറമുള്ള ഒരു വസ്തുവായി ഈ ചെടികൾ മാറുകയും തദ്റുഹു റിയാഹ്, കാറ്റടിക്കുമ്പോൾ ആ കാറ്റിൽ പറന്നു പോകുമാർ ഒന്നിനും പറ്റാത്ത, ഒരു കാലത്ത് ശോഭിച്ച് വിടർന്ന് പച്ചയായി ശോഭയോടുകൂടെ നിന്നിരുന്ന കതിരുകൾ ഉണങ്ങുകയും ദ്രവിക്കുകയും ചെയ്ത് അതിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ കാറ്റിൽ തന്നെ പറന്നു പോകുന്ന രീതിയിൽ ആ കൊച്ചു ചെടികൾ മാറുന്നത് കണ്ടിട്ടില്ലയോ നബിയെ? അതുപോലെയാണ് ഈ ലോകത്തിന്റെ ഉദാഹരണം. കാണാൻ നല്ല ഭംഗി തോന്നുന്നു, എനിക്കത് കിട്ടിയാൽ എൻ്റെ ജീവിതം രക്ഷപ്പെടുമെന്ന് തോന്നുന്നു. പക്ഷെ അതുകൊണ്ടല്ല രക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹുൽ ആഫിയ, ഇന്ന ഖൈറ മാ ഉഅതിയൽ അബ്ദു ബഅദ തഖ്വല്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധമുണ്ടായതിന്റെ ശേഷം ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം പൈസയല്ല, പിന്നെന്താണ്? അൽ ആഫിയ, ശരീരത്തിന്റെ ആരോഗ്യമാണ്. നമ്മുടെ ശരീരം നമുക്ക് എഴുന്നേറ്റ് നടക്കാനും ഇരിക്കാനും ഓടാനും ചാടാനും കാര്യങ്ങൾ നിർവഹിക്കാനും പറ്റുന്ന പരുവത്തിൽ നമ്മുടെ ശരീരം വഴങ്ങുന്നില്ലെങ്കിൽ കോടാനുകോടി കയ്യിൽ കിട്ടിയിട്ട് എന്താണ് കാര്യം?
കോടീശ്വരനായൊരു മുതലാളി ബെഡ്റിഡനായി കിടക്കുകയാണ്, ബെഡിൽ കിടക്കുകയാണ്. ആ മനുഷ്യന്റെ സ്വപ്നം പൈസയല്ല, അതെനിക്ക് എമ്പാടുണ്ട്. റബ്ബേ, എന്റെ കൂലിപ്പണിക്കാരനായി ഈ മനുഷ്യന് നീ കൊടുത്തൊരു ആഫിയത്ത് അതെനിക്ക് തന്നാ പോരെ എന്ന് റബ്ബേ, ഞാൻ അടിമപ്പണി ചെയ്യാം, അവൻ മുതലാളിയായി കിടന്നോട്ടെ, എനിക്ക് അവന്റെ ആരോഗ്യം വേണം. അസൂയയോടുകൂടെ നോക്കും. ചറ്റക്കുടിൽ കഴിയുന്ന ആളുകളെ കാണുമ്പോൾ അസൂയ തോന്നും ഇവർക്ക്. റബ്ബേ, വീട് എത്രയിൽ ആണെങ്കിൽ എന്തേ, ആരോഗ്യമുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, അതില്ലാത്തവരെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കാം. ഏറ്റവും വലിയ നിഅമത്ത് ആഫിയത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുക. അല്ലാഹു നമുക്ക് മരണം വരെ നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. وَضْرِبْ لَهُم مَّثَلَ الْحَيَاةِ الدُّنْيَا كَمَاءٍ أَنزَلْنَاهُ مِنَ السَّمَاءِ فَاخْتَلَطَ بِهِ نَبَاتُ الْأَرْضِ فَأَصْبَحَ هَشِيمًا تَذْرُوهُ الرِّيَاحُ وَكَانَ اللَّهُ عَلَى كُلِّ شَيْءٍ مُقْتَدِرًا. പരിശുദ്ധ നബിയെ, ഈ ലോകത്തെ ജീവിതത്തിന്റെ ഉദാഹരണം പറഞ്ഞു കൊടുക്കണം നബിയെ. കമാഇൻ അൻസൽനാഹു, നാം ഇറക്കി കൊടുത്ത വെള്ളം പോലെ, മഴ പോലെ നാമാണത് ഉണ്ടാക്കുന്നത്. നാമാണ് ക്ലൗഡ് ഫോം ചെയ്യുന്നത്, നാമാണ് സമുദ്രജലങ്ങളിൽ നിന്ന് ഇവാപ്പറേഷൻ ഉണ്ടാക്കുന്നത്, നാമാണ് അത് റെയിൻ ഡ്രോപ്സുകളായി ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. മനുഷ്യന്റെ തലയിൽ വീണാലും അപകടപ്പെടാത്ത രീതിയിൽ വളരെ മനോഹരമായ തുള്ളികളായി ഇറക്കിക്കൊടുക്കുന്നതും നാം തന്നെയാണ്. അൻസൽനാ, നാം ഇറക്കിയതാണ്. അൻസൽനാ മിനസ്സമാ ഫഖ്തലത ബിഹി നബാതുൽ അർദ്, ഭൂമിയിലെ ചെടികളുമായി ആ മഴവെള്ളം കൂടി കലരുകയും. മഴവെള്ളം മാഉൽ ഹയാ, ജീവിതമുള്ള വെള്ളമാണ്, ജീവനുള്ള വെള്ളമാണ്. ഏതു ഡ്രൈ ആയി കിടക്കുന്ന ഭൂമിയിലും നമ്മൾ കൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് ഒഴിച്ചാലും മഴ പെയ്താലും വ്യത്യാസമുണ്ട്. നമ്മൾ ഒഴിക്കുന്ന ആ മഴവെള്ളം അവിടെ കിടന്നിട്ട് കുറച്ച് ഞങ്ങൾ ഡ്രൈ ആയി പോയേക്കും, നമ്മൾ ഒഴിക്കുന്ന ബക്കറ്റിലെ വെള്ളം. പക്ഷെ മഴവെള്ളമാണെങ്കിലോ അവിടെ ചെടികൾ, കൊച്ചു കൊച്ചു പുല്ലുകൾ, ചെറിയ ചെറിയ ജീവികൾ, അവിടെ മഴ തട്ടുന്നതോടുകൂടെ ജീവികൾ ഉണ്ടാവുന്നു. നമ്മൾ കേരളക്കാരിൽ നമുക്കറിയില്ലേ മഴക്കാലത്തെ ബുദ്ധിമുട്ട് എന്താ. ഓരോ പ്രാണികളും തൊപ്പപ്പുഴും അല്ലാത്തപ്പോഴും ചേരട്ടയും അല്ലാത്തതൊക്കെ. കുട്ടികൾക്ക് നാട്ടിൽ പോകാൻ തന്നെ വെറുപ്പായിരിക്കും ചിലപ്പോൾ ഈ മഴക്കാലത്ത്. ജീവജാലം എവിടെ ഇതൊക്കെ പോകുന്നത്? ചൂടുകാലാകുമ്പോൾ എവിടേക്കാണ് ഇവരൊക്കെ പോകുന്നത്? അവരൊക്കെ ചത്തൊടുങ്ങി പോവാണ്. എവിടെയെങ്കിലും ഒളിച്ചിരുന്നിട്ട് മഴക്കാലത്ത് പുറത്തു വരികയാണ്, ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞിട്ട് അല്ല, അവർ മരിച്ചു പോകുന്നുണ്ട്. മഴക്കാലാകുമ്പോൾ മണ്ണിലേക്ക് മഴവെള്ളമാകുമ്പോൾ പുതിയ ജീവൻ ഉടലെടുക്കുകയാണ്. ജീവജാലങ്ങൾ മണ്ണിൽ നിന്നുണ്ടാവുകയാണ്. അതാണ് വലിയ അത്ഭുതം. മനുഷ്യനെ മണ്ണിൽ നിന്ന് പടച്ചു എന്ന മണ്ണിന് ഒരു ജീവാംശം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ പുഴുക്കൾ ഉണ്ടാകുന്നത്, ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്, ഇഴജന്തുക്കൾ ഉണ്ടാകുന്നത്. ഒന്നുമില്ലാത്തിടത്ത് പെട്ടെന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ ആ കുളത്തിൽ മത്സ്യം ഉണ്ടാകുന്നില്ലേ? മത്സ്യം ഇല്ലായിരുന്നു അവിടെ. ഡ്രൈ ആയി കിടക്കുന്ന കുളത്തിൽ മഴ പെയ്തപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതാ കൊച്ചു കൊച്ചു തവളകളും കൊച്ചു കൊച്ചു മത്സ്യങ്ങളും പ്രത്യക്ഷം. എവിടുന്ന് വന്നു? മണ്ണും വെള്ളവും കൂടിച്ചേരുമ്പോൾ അതിനുള്ളിൽ അള്ളാഹു ജീവൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മെ അള്ളാഹു പഠിച്ചത് മണ്ണ് നിന്നല്ലേ. മണ്ണ് വലിയൊരു അത്ഭുതമാണ്. അങ്ങനെ നാം ഭൂമിയിലേക്ക് ഇറക്കുന്ന വെള്ളം പോലെ മഴവെള്ളം ചെടികളുമായി കൂടിക്കലരുന്നു. അപ്പോൾ അതിന് നറിഷ്മെന്റ് കിട്ടുന്നു, ചെടികൾക്ക് പോഷണം ലഭിക്കുന്നു, അവകൾ വളരുന്നു എന്നവിടെ മനസ്സിലാക്കുക. കാരണം ഫഅസ്ബഹ ഹശീമ, എന്നിട്ടത് നുരുമ്പിയതായി മാറുന്നു എന്ന് ഖുർആൻ പറയും. അതിനിടക്ക് വെള്ളം അതിനോട് ചേർന്നു, അത് വളർന്നു, വലുതായി വന്നു, കതിരുകളുണ്ടായി, പഴങ്ങളുണ്ടായി, അത് വളരെ മനോഹരമായി വളർന്നു വന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ അല്ലാഹു തആല സൗകര്യപൂർവ്വം കട്ട് ചെയ്തിരിക്കുകയാണ്. ഫഅസ്ബഹ ഹശീമ, മഴവെള്ളം ചെടികളോട് കൂടിച്ചേർന്നു എന്ന് പറഞ്ഞിട്ട് ഉടൻ അല്ലാഹു പറയുന്നത് പിന്നീടതാ അത് ഒന്നിനും പറ്റാത്ത ഉണങ്ങിയതായി മാറുന്നു. തദ്റൂഹു റിയാഹ്, കാറ്റടിച്ചു കൊണ്ടുപോകുന്ന പോലെ. കാറ്റിന്റെ അവസ്ഥ എന്താണ്? എവിടുന്നാ വരുന്നത് നമുക്കറിയില്ല, എപ്പോഴാണ് ഇവര് വരിക എന്നും അറിയില്ല. അപ്പോ നമ്മുടെ കൺട്രോളിലില്ലാത്ത ഒരു വസ്തു നമ്മിൽ നിന്നും സാധനം കൊണ്ടുപോകുന്ന പോലെ മനുഷ്യന്റെ കൺട്രോളിലുള്ള സമ്പാദ്യം അവന്റെ കൺട്രോളിന് പുറത്തുള്ള ചില ഫാക്ടറുകൾ കാരണം അവന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. നല്ല ആരോഗ്യത്തിലും അന്തസ്സിലും ജീവിച്ചിരുന്നൊരു മനുഷ്യൻ പെട്ടെന്ന് 2 കിഡ്നിയും ഫെയിലിയറാന്ന് പറഞ്ഞു. യാ അല്ലാഹ്, അതൊരു പ്ലാന്റേഷൻ നടത്തണം, അല്ലെങ്കിൽ അതൊരു സർജറി നടത്തണം. എന്ത് വേണം? സമ്പാദ്യം ചെലവഴിച്ചേ പറ്റൂ. ചെലവഴിച്ചു. തന്റെ കൺട്രോളിൽ ഇല്ലാത്ത വസ്തുക്കളാൽ രാജ്യത്തൊരു ക്രൈസിസ് വരുന്നു. തന്റെ പ്രശ്നമല്ല അത്. ചുറ്റുപാടിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുന്നു, അതുമൂലം തന്റെ സമ്പത്ത് നഷ്ടപ്പെടുന്നു.
നന്നായി നടന്നിരുന്നൊരു ബിസിനസ് നടന്നിരുന്നൊരു കെട്ടിടം പെട്ടെന്ന് അത് പൊളിക്കാൻ ഓർഡർ വരുന്നു. റിയാഹ്, പുറത്തുനിന്ന് വരുന്ന ഫാക്ടറുകളാൽ, കാര്യങ്ങളാൽ നമ്മുടെ കയ്യിലുള്ളവ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയെ അള്ളാഹു സൂചിപ്പിക്കുകയാണ്. ഫഅസ്ബഹ ഹശീമൻ തദ്റുഹു റിയാഹ്, കാറ്റടിച്ചു വീശി പറന്നു പോകുന്നവയായി ഇവകൾ മാറുന്നത് കണ്ടിട്ടില്ലയോ നബിയെ? അതാണ് ഈ ലോകത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് ജനങ്ങളിത് മനസ്സിലാക്കിയാൽ, ഇതൊരിക്കലും തന്നെ ശാശ്വതമായി നിൽക്കുന്ന ലോകമല്ല എന്ന ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പൈസ കൊണ്ട് ആരും അഹങ്കരിക്കുകയില്ല നബിയെ. ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പരിശുദ്ധമായ ഖുർആൻ. വദ്രിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ. ദുന്യാവ് എന്ന് പറഞ്ഞതും